നമസ്കാരം. കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളത്ത് ഒരു ദന്തൽ സർജൻ എന്ന് സ്വയം അവകാശപ്പെട്ട് പ്രാക്ടീസ് നടത്തുന്ന ഒരു വ്യക്തിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തിയുടെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കേസ് സംബന്ധിച്ച് വീഡിയോ അദ്ദേഹത്തിന് അപകീർത്തികരമാണ് എന്നുള്ള രീതിയിൽ പാലാ സബ് കോടതിയിൽ കേസ് നിലനിൽക്കെ അതിൻ്റെ അനുബന്ധ വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സത്യവാങ്മൂലം കൊടുത്തതായിട്ടൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ട്. അതിലും ആ ഒരു വ്യക്തി ആവർത്തിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഈ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ദന്തൽ സർജൻ തന്നെയാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടുള്ള സത്യവാങ്മൂലമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പം സ്വാഭാവികമായിട്ട് നമുക്കറിയാം, എത്ര വലിയ കൊടും ക്രൂരനായിട്ടുള്ള ക്രിമിനൽ പോലും അവരുടെ തെറ്റുകൾ അവർ സ്വയം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് പൊളിച്ചടുക്കി കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ സത്യാവസ്ഥകൾ കോടതികൾക്ക് പോലും ബോധ്യപ്പെടുന്നത്. എന്താണെങ്കിലും ശരി, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എല്ലാ തെളിവുകളോട് കൂടി തന്നെയാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള ഞങ്ങൾ അന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമപ്രകാരം MDS, അതായത് മാസ്റ്റർ ഡെൻ്റൽ സർജറി ക്വാളിഫൈഡ് ആകണമെങ്കിൽ അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇന്ത്യയിൽ പഠിച്ച MDS ഡോക്ടറാണ് എങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അതിനുള്ള എല്ലാ കടമ്പകളും ഇന്ത്യയിൽ തന്നെയുണ്ട്. പക്ഷേ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉഗാണ്ടയെന്നോ അല്ലെങ്കിൽ സോമാലിയെന്നോ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പെട്ടിക്കടകളിൽ കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ വ്യാജ ഡിഗ്രികളുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇന്ത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് പറയുന്ന കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോകാം. അതായത് ഏതെങ്കിലും ഇന്ത്യയിൽ അംഗീകൃതമായിട്ടുള്ള വിദേശ സർവകലാശാലകളുടെ MDS ആണെങ്കിൽ പോലും അത് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അത് വലിയൊരു പ്രോസസ്സിംഗ് ആണ്. ആ സ്ക്രീനിങ് ടെസ്റ്റ്, ആ പ്രോസസ്സിംഗ് എല്ലാം കടന്ന് ആ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാകണം. പാസ്സായാൽ മാത്രം പോരാ, അതിന് 50% മിനിമം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി അത് കൂടാണ്ട് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കേരള ഡെൻ്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, MDS രജിസ്റ്റർ ചെയ്തിരിക്കണം. അതല്ലാതെ വേറെ ഏതെങ്കിലും തട്ടിപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. MDS രജിസ്റ്റർ ചെയ്യണം. MDS രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇത്രയും കടമ്പകൾ കടന്നു വന്നെങ്കിൽ മാത്രമേ അത് കേരള ഡെൻ്റൽ കൗൺസിലിൽ MDS രജിസ്റ്റർ ചെയ്യാനാവൂ. അങ്ങനെ അത്രയും കടമ്പകൾക്ക് ശേഷം മാത്രമേ കേരളത്തിൽ ഒരു MDS ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിക്ക് പ്രാക്ടീസ് ചെയ്യാനാകൂ. നേരെ മറിച്ച് ഈ രാജു മാത്യു, അതായത് കൂത്താട്ടുകുളം ടൗണിൽ ഡെൻ്റ് കെയർ ഡെൻ്റൽ ക്ലിനിക്ക് എന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തി തനിക്ക് MDS ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അത് പരസ്യമായിട്ട് ബോർഡുകളും അതുപോലെ തന്നെ പബ്ലിസിറ്റികൾ എല്ലാം നൽകിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങൾ അത്രയും കുറേയധികം വർഷങ്ങളായി ഇദ്ദേഹം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലൊക്കെ ആണെങ്കിൽ പല ഭാഗങ്ങളിലും പല മേഖലകളിലും ഇങ്ങനെ അനേകം വ്യാജന്മാരെ ഇന്ത്യയിൽ പോലും കൂടെ പിടിച്ചിട്ടുണ്ട്, കേരളത്തിലും പിടിച്ചിട്ടുണ്ട്. പല വ്യാജ ഡോക്ടർമാർ, അതുപോലെ തന്നെ വ്യാജ IAS IPS വരെയും പിടികൂടിയിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് ആണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് കൊണ്ടുവന്നത്. അത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് സഹിതമാണ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പം ഞങ്ങൾ കിട്ടിയ അപ്പം തന്നെ അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിരുന്നു, അതുപോലെ തന്നെ ഉന്നത നീതിപീഠങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഇത് ഇപ്പോൾ അവകാശപ്പെട്ടുകൊണ്ട് വീണ്ടും സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് തനിക്കിതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും അത് ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. കാരണം ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസ് ചീഫിനെ വരെയും നേരിട്ട് അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ അത് അത്തരം കാര്യങ്ങളുമായിട്ട് ഇനിയിപ്പോൾ മുന്നോട്ട് വരും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഇതെല്ലാം യോഗ്യതയുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വീഡിയോ ചെയ്തു ആയതുകൊണ്ട് ഞങ്ങൾക്കെതിരെ, അതായത്
ഇതിനകത്ത് വീഡിയോ ചെയ്തിരിക്കുന്ന ആങ്കർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം എന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആങ്കർ ആണെങ്കിലും ശരി, അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, സ്വാഭാവികമായിട്ട് അതിനകത്ത് ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനകത്തൊരു ഭാഗം തന്നെയാണ് എന്നുള്ളത് ഞാൻ തന്നെ അംഗീകരിച്ചുകൊണ്ട് എനിക്കെതിരെയും അതുപോലെ തന്നെ ചാനലുകാരനെതിരെയും 3 മാസം വരെ ലഭിക്കാവുന്ന അവരെ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇതാണ്: നിയമത്തിൻ്റെ ന്യായമായ നടപടികളിലൂടെ നേടാൻ കഴിയാതെ പരസ്യമായി അപമാനിക്കുന്നതിലൂടെ നേടാൻ പ്രതികൾ ഒരു സമാന്തര മീഡിയ കോടതി നടത്തുന്നു. കൗൺസിൽ വഴി കോടതിയോട് ഒരു കാര്യം പറയുകയും സാമ്പത്തിക നേട്ടത്തിന് ഡിജിറ്റൽ വ്യൂസിനും വേണ്ടി പൊതു പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ നേർവിപരീതം നടപ്പാക്കുകയും ചെയ്യുന്നത് നിയമത്തിൻ്റെ മഹത്വത്തോടുള്ള നഗ്നമായ അവഹേളനമാണ്. ഇത്തരത്തിലുള്ള ദുർബോധമുള്ള പെരുമാറ്റം വഴി ഇവർ കുറ്റക്കാരായി കാണേണ്ടതും അതുപോലെ തന്നെ ഇവരെ 2 പേരെയും, അതായത് സിജോ മാത്യുവിനെയും NC കുര്യനെയും 3 മാസത്തേക്ക് സിവിൽ ജയിൽ തടവിലാക്കാൻ ഈ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടണം എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ അവകാശപ്പെടാനുള്ള റൈറ്റൊക്കെ ഉണ്ട്. നമുക്കും കോടതിയോടൊക്കെ ഒരാളെ തൂക്കിക്കൊള്ളണം എന്നൊക്കെ പറയാമല്ലോ, പക്ഷേ കോടതിയാണല്ലോ അതൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ രാജീവ് മാത്യു എന്ന വ്യക്തിയുടെ ചെയ്തിരിക്കുന്ന കുറ്റം, ആ കുറ്റം എന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത് പരസ്യപ്പെടുത്തിക്കൊണ്ട് അത് പൊതുസമൂഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് നടത്തിയിരിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. അതും എവിഡൻസ് സഹിതം. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു MDS പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് വിദേശ സർവകലാശാലയുടെ ഏതെങ്കിലും MDS ആണെങ്കിൽ പോലും കൂടെ അതിന് ഇന്ത്യയിലെ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വേണം. അതോടൊപ്പം തന്നെ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാകണം. ആ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സിംഗ് ആണ്. നമുക്കറിയാം, ഒരു മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുത്ത് അതിലെ ടെസ്റ്റ് നടത്തുമ്പോൾ അതിന് കുറേ കാര്യങ്ങൾ, കുറേ ഗൈഡ് ലൈനൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞെങ്കിൽ മാത്രമേ ടെസ്റ്റിന് തന്നെ നമുക്ക് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയനാവണം എന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു പ്രോസസ്സിംഗ് ആണ്. ആ പ്രോസസ്സിങ്ങിന് ശേഷം ടെസ്റ്റിന് വിധേയമാണ്. ആ ടെസ്റ്റിൽ 50% കുറയാതെ മാർക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കേരള ഡെൻ്റൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കേരള ഡെൻ്റൽ കൗൺസിലും MDS രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു MDS സർജൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കൂ. ഇതൊന്നും ഇല്ലാതെയാണ് ഈ രാജീവ് മാത്യു എന്ന വ്യക്തി താൻ എല്ലാ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സർജനാണ് എന്ന നിലയിൽ കാലങ്ങളായിട്ട് കൂത്താട്ടുകുളത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കുറ്റങ്ങളിലെ, പല നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരെ അതിശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് മാത്രമല്ല, ആ വ്യക്തി ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾക്ക് BNS 312 ആർട്ടിക്കിൾ 2 3 വർഷം വരെ തടവും 20,000 രൂപ ശിക്ഷയിൽ ലഭിക്കാവുന്നതാണ് ആ ഒരു കുറ്റം തന്നെ. മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് 336 ആർട്ടിക്കിൾ 2, അതിന് 2 വർഷം വരെയും തടവും കൂട്ടത്തിൽ പിഴയും ലഭിക്കാവുന്നതാണ്. മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് BNS 336 ആർട്ടിക്കിൾ 3, 6 മാസം തടവും 50,000 രൂപ പിഴയും ലഭിക്കാവുന്നതാണ്. മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് 340 ആർട്ടിക്കിൾ 2, എല്ലാം BNS ആണ്. IPC നമുക്കറിയാലോ 2023 മുമ്പായിരുന്നു. ഇപ്പോൾ അത് BNSലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഉള്ള വകുപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 340 ആർട്ടിക്കിൾ 2, 7 വർഷം വരെ തടവും പിഴയും. അപ്പോൾ ഇത്രയും കുറ്റങ്ങൾക്ക് വിധേയനാക്കപ്പെടേണ്ട വ്യക്തിയാണ് ഈ രാജീവ് മാത്യു എന്ന വ്യക്തി. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കുറ്റത്തിന് നോൺ ബെയിലബിൾ ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ കുറ്റവും കൂടെ കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈ ശിക്ഷ വിധിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ ട്രയലിന് ശേഷമാണ്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജീവ് മാത്യു എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നം, മറ്റു കാര്യങ്ങളൊക്കെ അത് വേറെയാണ്. അത് ഇതുമായിട്ട് ഒരു രീതിക്കും
യോജിക്കുന്ന ഒരു കാര്യമല്ല. അത് വേറെ, ഇത് വേറെ. അതുകൊണ്ട് ഈ നിലവിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കോടതി കൊടുത്തിരുന്ന കാര്യങ്ങളും അതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും 100% അംഗീകരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് കോടതിനെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളും ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രാജീവ് മാത്യുവിൻ്റെ ഈ ഓലപ്പാമ്പ് ന്യായീകരണങ്ങളൊന്നും ഇവിടെ ചിലവാകാൻ പോകുന്നില്ല. രാജീവ് മാത്യു ഒരു കൊടും ക്രൂരനായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അതിശക്തമായ നിയമ നടപടികൾക്ക് ആ വ്യക്തി വിധേയനാകേണ്ടതുണ്ട്. ഈ പറഞ്ഞ എല്ലാ BNS പ്രകാരമുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 319 ആർട്ടിക്കിൾ 2, 336 ആർട്ടിക്കിൾ 2, 336 ആർട്ടിക്കിൾ 3, 340 ആർട്ടിക്കിൾ 2 ഈ വകുപ്പുകൾ പ്രകാരമുള്ള പരമാവധി ശിക്ഷയ്ക്ക് അർഹനാണ് ഈ വ്യക്തി എന്നുള്ളതും കോടതിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് സർക്കാരും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാരാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പാലിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ നിയമ നടപടികൾക്ക് രാജീവ് മാത്യു വിധേയനാകുകയാണ്. ഇത് കൂത്താട്ടുകുളം, തൊടുപുഴ, മൂവാറ്റുപുഴ, പാല, രാമപുരം, അതുപോലെ തന്നെ കോട്ടയം, വെളിയന്നൂർ, പുഴവൂർ ആ പരിസര പ്രദേശങ്ങളിലുള്ള നിവാസികളുടെ ഒരു അറിവിലേക്ക് കൊണ്ടിട്ട് പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ വീണ്ടും ഒന്ന് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇതിനകത്ത് പല ആളുകളും കുറേ ന്യായീകരണം കൊണ്ടൊക്കെ ഞങ്ങളെ കഴിഞ്ഞിട്ട് വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമൻ്റ് ഇടുന്ന കണ്ടു. അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അറിയില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? പലരും അനുഭവസ്ഥരാണ്. അനുഭവമല്ലല്ലോ ഇവിടെ വേണ്ടത്. ഇവിടെ ഗവൺമെൻറ് ഓരോ ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കുന്നത് വെറുതെ അല്ലല്ലോ. ഇനി പലരും ചോദിക്കുന്നുണ്ട് ഈ BDS MDS ആയിട്ടുള്ള വ്യത്യാസം, BDS MDS ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ അത് പഠിച്ചിറങ്ങിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ദന്തൽ സർജന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ തന്നെ വ്യക്തമാകും. അതുമല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചുരുക്കി 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോകാം. അതായത് സാധാരണഗതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് MDS ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ദന്തൽ സർജൻ എന്ന് പറയുന്നത്. അതായത് എല്ലില്ലെങ്കിൽ പോലും കൂടെ ആ എല്ലിൻ്റെ അവിടെ മോണയിൽ അഡീഷണൽ ആയിട്ടുള്ള എല്ലിന് പകരമായിട്ടുള്ള കണ്ടൻറ്റുകൾ, അതായത് കുഴിച്ചിട്ട പല്ല്, സങ്കീർണമായ പല്ല് പറിക്കൽ, എല്ലില്ലാത്തയിടത്ത് എല്ല് വെച്ച് സൈനസ് ലിഫ്റ്റ് എന്നാണ് അതിനകത്ത് ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത്. ആ മെഡിക്കൽ വാക്കുകളാണ്, എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അവിടെ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ താടിയിലെ കവിൾ, മൂക്ക് ഒടിവുകൾ, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ, എല്ലിനൊക്കെ പൊട്ടൽ വരുമ്പോൾ അവിടെ സ്ക്രൂ ഇടുക, ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ താടിയിൽ മുന്നോട്ടോ പിന്നോട്ടൊക്കെ മാറി കടി ഒക്കെ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ. ഇങ്ങനെ അനേകം കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ക്വാളിഫിക്കേഷൻ നൽകുന്ന ഒരു സംവിധാനമാണ് MDS എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഡിഗ്രിയാണ് വ്യാജമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു MDS ഡിഗ്രിയും കൊണ്ട് കാലങ്ങളായിട്ട് ഈ മധ്യ കേരളത്തിൽ കൂത്താട്ടുകുളത്തും പരിസര പ്രദേശങ്ങളിലുള്ള നിവാസികളെ വഞ്ചിച്ച് ചതിച്ച് പലരും ഇതിനോടകം ഇദ്ദേഹത്തിൻ്റെ ഈ അറിവില്ലായ്മ കൊണ്ട് നടത്തിയിരിക്കുന്ന ഓപ്പറേഷനിലൂടെ പലരും വളരെയധികം രോഗങ്ങൾക്കും അല്ലെങ്കിൽ പലരും മരണപ്പെട്ടു വരെ പോയിട്ടുണ്ടാവാം ഇത്രയും കാലങ്ങൾ കൊണ്ട്. നമുക്കതിനെപ്പറ്റി ഒന്നും ഡാറ്റാസ് കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ പലരും, കാരണം നമുക്കറിയാം പലപ്പോഴും ഒക്കെ എന്തെങ്കിലും പല്ലിൻ്റെയൊക്കെ ഒരു ചികിത്സക്കൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും അപാകതകളൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിഷയത്തിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഡോക്ടറെ ചികിത്സ പിഴവ് ഉണ്ടെങ്കിൽ പോലും കൂടെ അത് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. നമുക്കറിയാം വളരെ ഗൗരവമുള്ള മോഡേൺ മെഡിസിനിലൊക്കെ ആണെങ്കിൽ കത്രിക കുടുങ്ങിയതൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ടും അത് എക്സ്റേ എടുക്കുമ്പോൾ കത്രിക കുടുങ്ങിയത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഡോക്ടറുടെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ ഈ പല്ലിനൊക്കെ ചികിത്സയ്ക്ക് പോയിട്ട് എന്തെങ്കിലും അപാകതകൾ പറ്റി
പിന്നെ ഏതെങ്കിലും തലച്ചോറിലേക്ക് എന്തെങ്കിലും ഫംഗസ് കയറുമോ, അതുപോലെ തന്നെ തലയോട്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ, താടിയലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ, അതുപോലെ തന്നെ മറ്റ് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് അല്ലെങ്കിൽ കണ്ണിന് മൂക്കിന് അത്രയും കാരണം പ്രധാനപ്പെട്ട അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണല്ലോ ശരിക്കും പല്ലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ശരീരഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അത് തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ പലരും പോകാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുന്ന പല ആളുകളും പരാതികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് തന്നെ വിളിച്ചു പറഞ്ഞവരുണ്ട്. അതിൻ്റെയൊക്കെ ഡാറ്റാസ് കിട്ടുന്ന മുറയ്ക്ക് അത് പൊതുസമൂഹത്തിനെയും ഗവൺമെൻറ്റിനെ അറിയിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ഇങ്ങനെയൊരു നിയമവിരുദ്ധമായ രീതിയിൽ, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് താൻ വലിയൊരു സർജനാണ് എന്നുള്ള ഭാവത്തിൽ ഇത്രയും കാലം പൊതുസമൂഹത്തിനെ പറ്റിച്ച് നടന്ന ഒരു വ്യക്തി അത് വ്യാജൻ തന്നെയാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം പൊതുസമൂഹത്തെ അറിയിക്കുന്നതായിരിക്കും. നന്ദി.